എല്ലാവർക്കും നമസ്കാരം. ബൈബിളിലെ വിശുദ്ധ അശ്ലീലങ്ങൾ എന്ന എൻ്റെ പ്രഭാഷണത്തിന് മറുപടിയും വിശദീകരണവുമായി കുറേയേറെ പാസ്റ്റർമാരുടെ ചില വീഡിയോസ് കാണുവാനിടയായി. ചിലതൊക്കെ ചില സുഹൃത്തുക്കളൊക്കെ അയച്ചു തന്നതാണ്. അതിനെല്ലാത്തിനും ഒന്നും മറുപടി കൊടുക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല. എങ്കിലും ഒന്ന് രണ്ടെണ്ണത്തിന് ഒരു മറുപടി കൊടുക്കണമെന്ന് തോന്നി. അതിലെ പ്രത്യേകിച്ചും ഒരു പാസ്റ്ററുടെ പേര് ഷമീർ അബ്ദുൽ സലാം കൊല്ലം എന്നാണ്. ആ പാസ്റ്ററുടെ ഒരു വീഡിയോ കാണാനിടയായി. ഇവിടെ ഈ പേര് കേൾക്കുമ്പോൾ, ഈ ഷമീർ അബ്ദുൽ സലാം എന്ന പേര് കേൾക്കുമ്പോൾ ഒരു മുസ്ലിം പേരാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരു പാസ്റ്റർക്ക് ബൈബിളിനെ ഡിഫെൻഡ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് തോന്നിയേക്കാം. ഞാൻ ഈ പാസ്റ്ററെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പേര് പോലെ തന്നെ ഒരു മുസ്ലിം മതവിശ്വാസിയായിരുന്നു. മുസ്ലിം മതത്തിൽ ജനിച്ചയാളാണ്. പിന്നീട് ഇസ്ലാം മതം അത്ര ശരിയല്ല എന്ന് തോന്നുകയും ഖുറാൻ അത്ര ശരിയല്ല എന്നൊക്കെ തോന്നി ഇസ്ലാം മതം ഉപേക്ഷിച്ച് ക്രിസ്തു മതത്തിലേക്ക് മതം മാറി വന്ന ഒരാളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്തീയ, പ്രത്യേകിച്ചും പെന്തക്കോസ്ത് സമൂഹത്തിൽ അദ്ദേഹത്തിന് ഒരു വലിയ സ്വീകാര്യതയൊക്കെ ഉണ്ട്. കാരണം ജനിച്ച ഒരു മതം ശരിയല്ല എന്ന് തോന്നി അത് ഉപേക്ഷിച്ച് പുതിയൊരു മതത്തിലേക്ക് വരുമ്പോൾ ആ വരുന്ന മതക്കാർക്ക് ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം കുറച്ച് പ്രശസ്തനുമാണ്. അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒക്കെ 50,000-50,000-ലധികം ആൾക്കാർ ഇതുവരെ കണ്ടിട്ടുമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു മറുപടി കൊടുക്കണം എന്ന് തോന്നിയത്. ഇതിൽ ഞാൻ ആ വിശുദ്ധ അശ്ലീലങ്ങൾ എന്നുള്ള പ്രഭാഷണത്തിൽ ബൈബിളിലെ ലൈംഗിക അശ്ലീലങ്ങൾ, അതേപോലെ ബൈബിളിലെ ദൈവം നേരിട്ട് നടത്തുന്ന കൂട്ടക്കുരുതികളും കൊലപാതകങ്ങളും, അതുപോലെ തന്നെ ബൈബിളിലെ ദൈവത്തിൻ്റെ ശാപങ്ങൾ, ഇങ്ങനെ വിവിധ സെക്ഷനുകളായിട്ടാണ് ഞാൻ ആ പ്രഭാഷണം അവതരിപ്പിച്ചിരുന്നത്. അതിലെ ഒന്ന് രണ്ട് കാര്യത്തിനാണ് ഈ പാസ്റ്റർ മറുപടി പറഞ്ഞിരിക്കുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ബൈബിളിലെ ലൈംഗിക അശ്ലീലങ്ങളുടെ വിവരണത്തിന് ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞത് ലോത്തിൻ്റെ കഥയായിരുന്നു. ബൈബിളിലെ 19-ാം അധ്യായത്തിലുള്ള ലോത്തും അദ്ദേഹത്തിൻ്റെ പെൺമക്കളും തമ്മിൽ ലൈംഗികമായി ബന്ധപ്പെടുന്നതും കുഞ്ഞുങ്ങളുണ്ടാകുന്നതും. അപ്പോൾ ആ അശ്ലീലങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നമുക്കറിയാം, ഇതിന് പാസ്റ്റർ പറയുന്ന വിശദീകരണങ്ങൾ ബൈബിളിൽ ചരിത്രമുണ്ട്, ബൈബിളിൽ ഉപമകളുണ്ട്, ബൈബിളിൽ ഉപദേശങ്ങളുണ്ട്. അപ്പം ചരിത്രത്തെ ചരിത്രമായും ഉപദേശങ്ങളെ ഉപദേശങ്ങളും ഒക്കെ ആയിട്ട് കാണണം. ഈ അശ്ലീലങ്ങൾ ഇതുപോലെ ആളുകൾ മറ്റുള്ളവരോട് ചെയ്യാൻ വേണ്ടിയല്ല, ഇത് ചരിത്രത്തിൻ്റെ വെറും വിവരണം ആണ് എന്നൊക്കെയാണ് പാസ്റ്റർ പറയുന്നത്. പിന്നെ എല്ലാ പാസ്റ്റർമാരും ഈ അശ്ലീലങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്ന സ്ഥിരം ഡയലോഗുകളുണ്ട്. മനോരമ പത്രത്തിൽ കൊലപാതകത്തിൻ്റെയോ അല്ലെങ്കിൽ ഈ ഏതെങ്കിലും വ്യഭിചാരത്തിൻ്റെയോ പീഡിപ്പിക്കുന്നതിൻ്റെയോ ഒക്കെ വിവരണങ്ങളുണ്ട് എങ്കിൽ മനോരമ പത്രമോ അല്ലെങ്കിൽ മാമമാപ്പിളയോ അതിനെ എൻഡോഴ്സ് ചെയ്യുന്നു എന്നാണോ അർത്ഥമാക്കുന്നത് എന്നൊക്കെയുള്ള ഇവരുടെ ചില സ്ഥിരം സംഭവങ്ങളുണ്ടല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പാസ്റ്റർ ഷമീർ പറയുന്നത് ഒന്ന് കേട്ടിട്ട് നമുക്കതിലേക്ക് വരാം. കുറെ പേര് അയച്ചു തന്നൊരു വീഡിയോ ആയിരുന്നു ബൈബിളിലെ അശ്ലീലങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിരീശ്വരവാദിയായ ജെയിംസ് നടത്തിയ പ്രസംഗത്തിന്റെ ഒരു ഭാഗം. ബൈബിൾ പഠിക്കുന്നവൻ സംഭവത്തെ സംഭവമായി പഠിക്കണം, ആലങ്കാരികത്തെ ആലങ്കാരികമായി പഠിക്കണം, അഭിപ്രായത്തെ അഭിപ്രായമായി പഠിക്കണം, ഉപമയായി തന്നെ പഠിക്കണം, ഉപദേശത്തെ ഉപദേശമായി പഠിക്കണം. ഇനി നമുക്ക് ജെയിംസ് പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. ലോത്തിന്റെ മക്കൾ അപ്പന് വീഞ്ഞു കൊടുത്തു, ലഹരി പിടിപ്പിച്ച് അപ്പനോടൊപ്പം ശയിച്ചു, അതിൽ നിന്ന് കുട്ടികൾ ഉണ്ടായി എന്ന് പറയുന്നത് ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നു. അതുകൊണ്ട് ബൈബിൾ അശ്ലീലമാണ് എന്നാണ് നിരീശ്വരവാദിയുടെ കണ്ടുപിടുത്തം. ഏതായാലും ഈ മനുഷ്യൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ സിറ്റൗട്ടിൽ വന്ന് വീഴുന്ന മനോരമ എടുത്ത് വായിച്ചിട്ട് ഒരു വാർത്ത ഇങ്ങനെ കണ്ടു എന്നിരിക്കട്ടെ, ഉദാഹരണമാണ് കേട്ടോ. അദ്ദേഹം ഒരു വാർത്ത കണ്ടു, 55-കാരൻ ഒരു ഹോട്ടൽ മുറിയിൽ 15-കാരിയെ പീഡിപ്പിച്ചു. അങ്ങനെ ഒരു വാർത്ത ഈ മനുഷ്യൻ കണ്ടു എന്നിരിക്കട്ടെ. രാവിലെ എഴുന്നേറ്റ് സിറ്റൗട്ടിൽ വന്ന് പത്രം തുറക്കുമ്പോൾ കണ്ടു 55 വയസ്സുകാരൻ ഹോട്ടൽ മുറിയിൽ 15-കാരിയെ പീഡിപ്പിച്ചു. ഇത് വായിച്ച ഉടനെ ഈ ജെയിംസിനെ പോലുള്ള ആളുകൾ ഉടനെ പറയും, ഈ മനോരമക്കാർ ശരിയല്ല, ഈ മനോരമക്കാർ വളരെ മോശക്കാരാണ് കേട്ടോ. എന്തുകൊണ്ടാ? അപ്പൊ ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഈ വാർത്ത അതിൽ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് റൂം എടുത്തു കൊടുത്തത് മനോരമക്കാരാണെന്നാണ് ഇദ്ദേഹം മനസ്സിലാക്കുന്നത്. എന്നതുപോലെയാണ് ഇവിടുത്തെ സംഭവം. നോക്കൂ, ലോത്തിന്റെ മക്കളും തമ്മിൽ വളരെ മോശമായ ഒരു ബന്ധത്തിലേക്ക് ഏർപ്പെടാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. അത് ബൈബിളിൽ എഴുതി വെച്ചു എന്നുള്ളത് കൊണ്ട് ദൈവമാണ് അവർക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് എന്നാണ് ഈ മനുഷ്യന്മാർ വിശ്വസിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മനോരമക്കാരൻ റൂം എടുത്തു കൊടുത്തു എന്ന് പറയുന്ന പോലെ തന്നെയാണ്. സത്യത്തിൽ എന്താ സംഭവിച്ചത്? നടന്ന ഒരു വാർത്ത സത്യസന്ധമായി അത് റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് ആ പത്രക്കാരൻ ചെയ്തത്. ഒരു കാലത്ത് ആണോട് പെണ്ണോട് അവലക്ഷണം പ്രവർത്തിച്ച് ജീവിച്ച പട്ടണത്തിന്റെ നടുവിൽ അത്തരം മ്ലേച്ഛതകളിൽ പെടാതെ ജീവിച്ച ഒരേ ഒരു നീതിമാൻ ലോത്ത് എന്ന മനുഷ്യനായിരുന്നത് കൊണ്ട്, ഇത്തരം മ്ലേച്ഛകരമായ കാര്യങ്ങളിലേക്ക് പോകാതെ നിന്നതുകൊണ്ട് ദൈവം അദ്ദേഹത്തെ നീതിമാൻ എന്ന് വിളിച്ചു.
എന്നാൽ പിന്നത്തേതിൽ പുതിയ നിയമം പരിചയപ്പെടുത്തുന്നത് വലഞ്ഞുപോയ നീതിമാൻ എന്നാണ്. ഈ നീതിമാൻ എന്ന പദം പാസ്റ്റിൽ വിളിച്ചതാണ്. അഥവാ ഈ തെറ്റുകളിലേക്കോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിലേക്കോ പോകാതെ സൊദോം ഗൊമോറയുടെ പാപങ്ങളിൽ പെടാതെ വിട്ടുനിന്ന ഒരു മനുഷ്യനായിരുന്നത് കൊണ്ടാണ് ലോത്തിനെ നല്ലതെന്ന് വിളിച്ചത്. ഇവിടെ രസകരമായ ഒരു കാര്യം, പാസ്റ്റർ മനോരമ പത്രവുമായിട്ടാണ് ബൈബിളിനെ താരതമ്യം ചെയ്യുന്നത്. അതായത് മനോരമ പത്രത്തിൽ ഒരു പീഡന വാർത്തയോ ഒരു കൊലപാതക വാർത്തയോ ഒക്കെ വരുന്നത് പോലെ തന്നെയാണ് ബൈബിളിലെ ചരിത്ര സംഭവങ്ങളുടെ വിവരണം എന്നാണ് പാസ്റ്റർ പറയുന്നത്. ശരി, അതൊരു വാദത്തിന് അത് അംഗീകരിച്ചാൽ തന്നെ ബൈബിളിൽ അന്നത്തെ കുറേ ചരിത്രങ്ങളുടെ വിവരണങ്ങളാണ്, അത് അതുപോലെ കൊടുത്തിരിക്കുന്നതാണ് എന്നത് അംഗീകരിച്ചാൽ തന്നെ ഇപ്പോൾ മലയാള മനോരമ ഒരു പീഡന വാർത്ത കൊടുക്കുമ്പോൾ, ഗോവിന്ദച്ചാമി ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന വാർത്ത കൊടുക്കുമ്പോൾ, ഈ ഗോവിന്ദച്ചാമി ദൈവത്തിൻ്റെ മുമ്പിലെ ഏറ്റവും നീതിമാനായ മനുഷ്യനല്ല, അങ്ങനെ മനോരമ പറയുന്നില്ല. ഇവിടെ ലോത്തിൻ്റെ കഥയിലെ നമ്മൾ ലോത്തിൻ്റെ ഈ സംഭവം എടുത്ത് പറയാൻ കാരണം അതിലെ ലോത്തും പെൺമക്കളും തമ്മിലുള്ള ലൈംഗിക അശ്ലീലങ്ങളുടെ വർണ്ണനകൾ കൊണ്ട് മാത്രമല്ല, അതുകൊണ്ടല്ല, മറിച്ച് ലോത്ത് ദൈവത്തിൻ്റെ മുമ്പിലെ ഏറ്റവും നീതിമാനായ മനുഷ്യനായിരുന്നു ആ പട്ടണത്തിലെ. ദൈവം 2 പട്ടണങ്ങൾ, സോദോം ഗൊമോറ 2 പട്ടണങ്ങൾ തീർത്തും നശിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. എന്തുകൊണ്ടാണ്? അവിടുത്തെ മനുഷ്യർ തിന്മ പ്രവർത്തിച്ചതുകൊണ്ട്. പ്രത്യേകിച്ചും സ്വവർഗഭോഗം എന്ന രീതിയിലാണ് ബൈബിളിൽ അത് ഹിന്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ തിന്മ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ അഗ്നി ഇറക്കി ദൈവം ആ നഗരത്തെ നശിപ്പിക്കുന്നു, അവിടുത്തെ മുഴുവൻ മനുഷ്യരെയും നശിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, അവിടുത്തെ സസ്യലതാദികളെ വരെ ദൈവം നശിപ്പിച്ച് കളയുകയാണ്. അവിടെ ദൈവം ഒരേ ഒരു മനുഷ്യനെയാണ്. അബ്രാഹാം ചെന്ന് ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, ഒരു 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ ഈ നഗരം നശിപ്പിക്കാതിരിക്കുമോ എന്ന്. ഇല്ല, അവസാനം ദൈവം അത് സമ്മതിച്ചു. 50 പേരുണ്ടെങ്കിൽ നശിപ്പിക്കാതിരിക്കാമെന്ന് പറയുന്നുണ്ട്. നീ അവസാനം 50 പേരില്ലാഞ്ഞിട്ട് 40 പേരുണ്ടെങ്കിൽ നീ നശിപ്പിക്കാതിരിക്കുമോ എന്ന് ചോദിച്ചാൽ അത് 20 പേരായി 10 പേരുണ്ടെങ്കിൽ നശിപ്പിക്കാതിരിക്കുമോ എന്ന് അബ്രാഹാം ദൈവത്തോട് ചോദിച്ച് ദൈവം അതും സമ്മതിക്കുന്നുണ്ട്. അതുപോലുമില്ലാതെ ദൈവം കണ്ട ഒരേ ഒരു നീതിമാനായ മനുഷ്യൻ ലോത്തും ലോത്തിൻ്റെ കുടുംബവുമായിരുന്നു. അതുകൊണ്ടാണ് ലോത്തിൻ്റെ കുടുംബത്തെ മാത്രം രക്ഷപ്പെടാൻ അനുവദിച്ചുകൊണ്ട് ദൈവം ആ 2 നഗരങ്ങളെയും നശിപ്പിച്ച് കളയുന്നത്. അപ്പോൾ അത്രമാത്രം നീതിമാനായ ഒരു നഗരത്തിലെ ഒരേ ഒരു നീതിമാനായ മനുഷ്യനാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ പെൺമക്കള് ഇനിഷ്യേറ്റീവ് എടുത്ത് ഇദ്ദേഹത്തെ മദ്യം കൊടുത്ത് മയക്കി കിടത്തി ലൈംഗികമായി മൂത്ത മകളും ഇളയ മകളും 2 ദിവസം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് അവർ ഗർഭിണിയായി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് ലോത്തിന് ഉത്തരവാദിത്വം ഒന്നുമില്ല എന്ന രീതിയിലാണ് പാസ്റ്റർ അവതരിപ്പിക്കുന്നത്. എന്താണ് അദ്ദേഹം ഒരു വാക്ക് അതിൻ്റെ അകത്ത് പാസ്റ്റർ പറയുന്നത്, വലഞ്ഞുപോയ നീതിമാൻ എന്നാണെന്നാണ്. പക്ഷേ അത് ഇദ്ദേഹത്തെ നീതിമാൻ എന്ന് പാസ്റ്റിലാണ് വിളിച്ചതെന്നും, പക്ഷേ പിന്നീട് ജീവിത സാഹചര്യങ്ങളിൽ വലഞ്ഞുപോയ നീതിമാനാണ് ലോത്ത് എന്നാണ് പാസ്റ്റർ പറയുന്നത്. പക്ഷേ പാസ്റ്ററെ, ഈ വലഞ്ഞുപോയ നീതിമാൻ്റെ വേറെ ഒരു ചരിത്രം പാസ്റ്റർക്ക് അറിയാവോ? ഞാനത് ബൈബിളിൽ നിന്ന് തന്നെ വായിക്കാം. ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിലെ 12-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ ബൈബിളിൽ നിന്ന് തന്നെ പാസ്റ്ററെ ഞാൻ വായിക്കാം. ഇവിടെ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, സോദോം നഗരത്തിൽ ഒരു വൈകുന്നേരം 2 ദൂതന്മാർ അവിടെ വരികയാണ്, 2 മനുഷ്യർ അവിടെ വരികയാണ്. ലോത്ത് അവരെ കാണുന്നു, അവരെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു, അവർ വീട്ടിൽ എത്തുന്നു. അങ്ങനെ സന്ധ്യ ആകാറായപ്പോഴേക്കും ആ നഗരത്തിലെ കുറേയേറെ മനുഷ്യർ, ചെറുപ്പക്കാരും വൃദ്ധരുമൊക്കെ ആയിട്ടുള്ളവർ ലോത്തിൻ്റെ വീടിൻ്റെ മുറ്റത്ത് വന്നിട്ട് ലോത്തിനോട് പറയുകയാണ്, നിന്റെ വീട്ടിൽ 2 പേര് വന്നിട്ടുണ്ടല്ലോ, അവരെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സുഖാനുഭൂതികൾക്കായി വിട്ടുതരിക എന്ന് ലോത്തിനോട് പറയുകയാണ്. അപ്പോൾ ലോത്ത് ആ മനുഷ്യരോട് പറയുന്ന മറുപടി എന്താണെന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 7-ാം വാക്യം മുതൽ നേരിട്ട് ബൈബിളിൽ നിന്ന് വായിക്കാം. അവൻ പറഞ്ഞു, സഹോദരരെ, ഇത്തരം മ്ലേച്ഛത കാട്ടരുതെന്ന് ഞാൻ നിങ്ങളോട് യാചിക്കുന്നു. പുരുഷസ്പർശമേൽക്കാത്ത 2 പെൺമക്കൾ എനിക്കുണ്ട്, അവരെ നിങ്ങൾക്ക് വിട്ടുതരാം. ഇഷ്ടം പോലെ അവരോട് ചെയ്തു കൊള്ളുക. പക്ഷേ ഈ പുരുഷന്മാരെ മാത്രം ഒന്നും ചെയ്യരുത്, എന്തെന്നാൽ അവർ എൻ്റെ അതിഥികളാണ്. ആ മനുഷ്യർ ഈ 2 പുരുഷന്മാരെ, നിന്റെ വീട്ടിൽ വന്ന ഈ 2 അതിഥികളെ ഞങ്ങൾക്ക് വിട്ടുതരിക എന്ന് പറഞ്ഞുകൊണ്ട് കുറേയേറെ പേര് ലോത്തിൻ്റെ വീടിൻ്റെ മുറ്റത്ത് വന്നെന്ന് പറയുമ്പോൾ ലോത്ത് അവരോട് പറയുന്ന മറുപടിയാണ്,
അവരെ എനിക്ക് വിട്ടുതരാനാവില്ല, കാരണം അവരെൻ്റെ വീട്ടിൽ വന്ന അതിഥികളാണ്. പക്ഷേ എനിക്ക് 2 പെൺമക്കളുണ്ട്, 2 പേരും പുരുഷ സ്പർശം പോലും ഏൽക്കാത്തവരാണ്. അവരെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം, നിങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്തുകൊള്ളുക. ഇതായിരുന്നു ദൈവത്തിൻ്റെ മുമ്പിലെ ഏറ്റവും നീതിമാനായ മനുഷ്യൻ്റെ ധാർമ്മിക ബോധം എന്ന് പറയുന്നത്. ഇതായിരുന്നു ദൈവത്തിൻ്റെ മുന്നിലെ ഏറ്റവും നീതിമാനായ ഒരു നഗരത്തിൽ അവശേഷിച്ച ഒരേ ഒരു നീതിമാനായ മനുഷ്യൻ്റെ മൂല്യബോധം എന്ന് പറയുന്നത്. ആ മനുഷ്യനാണ് പിന്നീട് ഗുഹയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ പെൺമക്കളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും. അപ്പോഴാണ് നിങ്ങൾ പറയുന്നത് വലഞ്ഞുപോയ നീതിമാൻ എന്നൊക്കെ. ഇതുകൊണ്ടാണ് ഒരു നഗരത്തിലെ ഒരു നഗരം മുഴുവൻ തിന്മ പ്രവർത്തിച്ച മനുഷ്യരുള്ളതിനാൽ നശിപ്പിക്കുമ്പോൾ അവിടുന്ന് ഒരേ ഒരു നീതിമാനെ ദൈവം രക്ഷപ്പെടാൻ അനുവദിക്കുമ്പോൾ ആ നീതിമാന്റെ കഥകളാണിതെല്ലാം. ഇത് പെൺമക്കളുമായി ലൈംഗികമായി ബന്ധത്തിൽ ഏർപ്പെട്ടതിൻ്റെ മാത്രമല്ല, മറിച്ച് അവിടെ 2 അതിഥികൾ വന്നപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം പെൺമക്കളെ നാട്ടുകാർക്ക് എന്തു വേണമെങ്കിലും ചെയ്യാൻ ഞാൻ വിട്ടുതരാം എന്ന് പറയുന്ന ആ മനുഷ്യനെയാണ് ദൈവം കണ്ട ഏറ്റവും നീതിമാൻ. അതുകൊണ്ടാണ് ആ ഭാഗം പറയേണ്ടി വന്നത്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെയും ബൈബിളിലെ നീതിബോധത്തെ നമ്മൾ ചോദ്യം ചെയ്യുന്നത്. ഇവിടെ ബൈബിളിലെ അശ്ലീലങ്ങളിൽ ബൈബിളിലെ ലൈംഗിക അശ്ലീലങ്ങൾ മാത്രമല്ല, ബൈബിളിൽ നമ്മൾ ബലിപ്രിയനായ ഒരു ദൈവത്തെ കാണുന്നുണ്ട്, രക്തദാഹിയായ ഒരു ദൈവത്തെ കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടി ആ പ്രഭാഷണത്തിൽ പറഞ്ഞിരുന്നു. അതിൽ ഈ പാസ്റ്റർ ബൈബിളിലെ ഒരു ബലിയുടെ സംഭവം, ഈ അബ്രാഹം പൂർവ്വപിതാവാണല്ലോ, ക്രിസ്ത്യാനികളുടെ പിതാവാണല്ലോ. അബ്രാഹം സ്വന്തം മകനായ ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോകുന്ന, ദൈവം ആവശ്യപ്പെട്ടിട്ട് നിൻ്റെ മകനെ ബലിയർപ്പിക്കണം എന്ന് പറയുമ്പോൾ ബലിയർപ്പിക്കാൻ കൊണ്ടുപോകുന്ന ഒരു സംഭവത്തിൻ്റെ വിവരണമുണ്ട്. അതിന് പാസ്റ്റർ ഷമീർ പറയുന്ന വിശദീകരണം എന്താണെന്ന് നമുക്കൊന്ന് ആദ്യം കേൾക്കാം. പിന്നെന്താ പറഞ്ഞ ബലി ആഗ്രഹിക്കുന്ന, എനിക്ക് തോന്നുന്നു ഇസഹാക്കിനെ ബലി കൊടുക്കാൻ കൊണ്ടുപോയ കാര്യമൊക്കെ ആയിരിക്കും ഇത്. ഞാൻ ആകെ ഉൽപ്പത്തി പുസ്തകം വായിച്ചിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇസഹാക്കിനെ ബലി കൊടുക്കാൻ അവിടെ ദൈവം തയ്യാറായില്ല, പകരം ഒരു ആട്ടിൻകുട്ടിയാണ് ദൈവം ബലി കൊടുത്തത്. പിന്നെ എന്തിനാണ് അങ്ങനെയാണെങ്കിൽ ഈ മകനെ കൊണ്ടുപോകാൻ പറഞ്ഞെന്നൊക്കെ ചോദിച്ചാൽ, എടോ മനുഷ്യ, അതിനൊക്കെ ദൈവവും അബ്രഹാമും തമ്മിലുള്ള ആത്മീയ ബന്ധത്തിന്റെ ആഴം മനസ്സിലാക്കാനുള്ള ചിത്രം അവിടെയുണ്ട്, വിശ്വാസത്തെ മനസ്സിലാക്കാനുള്ള ചിത്രമുണ്ട്. മക്കളില്ലാതിരുന്ന ഒരുത്തന് ഒരു പരിധി പ്രായം വിട്ട് കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞിനെ കൊടുത്തിട്ട് ആ കുഞ്ഞിനെ ദൈവത്തിനു വേണ്ടി സമർപ്പിക്കാൻ പറഞ്ഞാൽ അവന്റെ മനോഭാവം എന്തായിരിക്കുമെന്നും, അല്ല അങ്ങനെ ഒരു മനുഷ്യന്റെ മനോഭാവം എന്താകണമെന്നുമൊക്കെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം പഠിപ്പിക്കുന്ന ചിത്രങ്ങളാണത്. അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാൻ ബോധമില്ലാത്ത ഈ നിരീശ്വരവാദികളുടെ അത് കൊള്ളാം. ഈ ഭാഗം എത്തുമ്പോഴേക്കും പാസ്റ്ററുടെ കൺട്രോൾ ഇച്ചിരി നഷ്ടപ്പെടുന്നുണ്ട്. പാസ്റ്ററുടെ ഭാഷയൊക്കെ ഒന്ന് മാറി, എടോ മനുഷ്യ എന്നൊക്കെയാണ് പാസ്റ്റർ അഭിസംബോധന ചെയ്യുന്നത്. ബോധമില്ലാത്ത നിരീശ്വരവാദികൾ എന്നൊരു വിശേഷണവും ഒക്കെയുണ്ട്. പിന്നെ പാസ്റ്റർ പറയുന്നത് ഈ മനുഷ്യൻ ഉൽപ്പത്തി പുസ്തകം മാത്രമേ വായിച്ചിട്ടുള്ളൂ എന്നാണ് തോന്നുന്നതെന്നൊക്കെയാണ്. അതിൻ്റെ കാരണം, ഞാൻ ബൈബിളിലെ പല പുസ്തകങ്ങളിൽ നിന്നുള്ള ധാരാളം സംഭവങ്ങൾ കൂട്ടിത്തരുന്നു. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്നും വൃദ്ധനായ ദാവീദിന് തണുപ്പ് കുളിരായപ്പോൾ ഒരു സ്ത്രീയെ കൊണ്ട് കൂടെ കിടത്തിയ വിവരണങ്ങൾ ബൈബിളിലുള്ളതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. എസക്കിയേലിൻ്റെ പുസ്തകത്തിൽ നിന്നും കഴുതകളുടേതുപോലെ ലിംഗം ഉള്ള പുരുഷന്മാരെ ആഗ്രഹിക്കുന്ന സ്ത്രീയുടെ വിവരണങ്ങളുള്ള സംഭവം പറഞ്ഞിരുന്നു. ലേവ്യരുടെ പുസ്തകത്തിൽ നിന്ന് ഞാനുള്ള സംഭവങ്ങൾ പറഞ്ഞിരുന്നു. അതുപോലെ ഏശയ്യായുടെ പുസ്തകത്തിൽ നിന്നാണ് സിയോനിലെ സ്ത്രീകൾ സുന്ദരികളായിരുന്നുകൊണ്ട് ദൈവം അവരെ നഗ്നരാക്കുമെന്നും ബലാത്സംഗം ചെയ്ത് നിലത്തിരുത്തുമെന്നും ഒക്കെ ദൈവം ശപിക്കുന്നുണ്ട് സിയോനിലെ സ്ത്രീകൾ. കാരണം അവർ സുന്ദരികളായിരുന്നു, അവർ പാദസരം അണിഞ്ഞിരുന്നു, അവർ ഗർഭിഷ്ഠരായിരുന്നു എന്നതായിരുന്നു അവരുടെ ഒരു പ്രധാന കുറ്റം കണ്ട. അവിടെയാണ് ഞാൻ ചോദിച്ചത്, ഈ സ്ത്രീകളോട് നിങ്ങളെ നഗ്നരാക്കും, നിങ്ങളെ ബലാത്സംഗത്തിന് ഞാൻ ഇരയാക്കുമെന്നൊക്കെ ഒരു ദൈവം പറയണമെങ്കിൽ ഇയാളാരാ ഗോവിന്ദചാമിയാണോ എന്ന് ഞാൻ ചോദിച്ചത് ആ ഭാഗത്ത് നിന്നായിരുന്നു. ഏശയ്യായുടെ പുസ്തകത്തിൽ നിന്നുള്ളതായിരുന്നു. പിന്നെ എസക്കിയേലിൻ്റെ പുസ്തകത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ നിലത്തെറിഞ്ഞു കൊല്ലും, നിങ്ങളുടെ രക്തം കൊണ്ട് ഞാൻ ഈ നദികൾ ചുവപ്പിക്കും എന്നൊക്കെ പറഞ്ഞ ഭാഗങ്ങൾ, ഈ മലകൾ കുതിർക്കും എന്ന പറഞ്ഞ ഭാഗങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് നിങ്ങൾ ബലി അർപ്പിച്ചില്ല എങ്കിൽ ഞാൻ എന്തെല്ലാം ശിക്ഷിക്കുമെന്ന് ദൈവം പറയുന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ രാജാക്കന്മാരുടെ വീണ്ടും പുസ്തകത്തിൽ നിന്ന്, അങ്ങനെ സംഖ്യാ പുസ്തകത്തിൽ നിന്നുള്ള പല സംഭവങ്ങളും ഞാൻ വിവരിച്ചിരുന്നു. സംഖ്യാ പുസ്തകത്തിൽ, അതേപോലെ
സാമുവേലിന്റെ പുസ്തകത്തിൽ ദൈവം കൊല്ലുന്ന ഉപ്പ് താഴ്വരയിൽ വെച്ച് കൊല്ലുന്ന മനുഷ്യരുടെ എണ്ണവും കാര്യങ്ങളും പറഞ്ഞിരുന്നു. അങ്ങനെ നിരവധി ബൈബിളിലെ പുസ്തകങ്ങളിൽ നിന്നുള്ള ലൈംഗിക അശ്ലീലങ്ങളും ദൈവത്തിൻ്റെ ശാപങ്ങളും ദൈവത്തിൻ്റെ ഭീഷണികളും രക്തദാഹിയായ ദൈവത്തിൻ്റെ ബലിപ്രിയനായ ദൈവത്തിൻ്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞിരുന്നു. ഒരുപക്ഷെ പാസ്റ്റർക്ക് അതിനൊന്നും ഒരു മറുപടിയും പറയാനില്ലാത്തത് കൊണ്ടാവാം ആകെ കൂടി ഇയാൾ ഉൽപ്പത്തി മാത്രമേ വായിച്ചിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആകെ ആ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് ഞാൻ പറഞ്ഞ 2 സംഭവങ്ങൾക്ക് മാത്രമേ പാസ്റ്റർ ഇവിടെ മറുപടി പറഞ്ഞിട്ടുള്ളൂ. മറ്റ് ഏതാണ്ട് ഒരു 15ഓളം ബൈബിളിലെ വ്യത്യസ്തമായ സംഭവങ്ങൾ കോട്ട് ചെയ്തുകൊണ്ട് ഞാൻ ഉന്നയിച്ച കാര്യങ്ങൾക്കൊന്നും പാസ്റ്റർ മറുപടി പറഞ്ഞിട്ടില്ല. അബ്രാഹാം തൻ്റെ പുത്രനായ ഇസഹാക്കിനെ ദൈവം ആവശ്യപ്പെട്ടതനുസരിച്ച് ബലി അർപ്പിക്കാൻ കൊണ്ടുപോയതിന് പാസ്റ്റർ പറയുന്ന വിശദീകരണം അത് അബ്രാഹവും ദൈവവും തമ്മിലുള്ള ആഴമേറിയ ആത്മീയ ബന്ധമാണ് അത് കാണിക്കുന്നത് എന്നൊക്കെയാണ്. അന്നത്തെ കാലത്ത് ദൈവം നേരിട്ട് സംസാരിക്കുമായിരുന്നു. ദൈവം അവനെ ബലിയർപ്പിക്കുക, ഇവനെ ബലിയർപ്പിക്കുക എന്നൊക്കെ നേരിട്ട് പറയുന്നു. ആളുകൾ അത് ചെയ്യുന്നു. അന്ന് ഭക്ഷണം ഇട്ടുകൊടുക്കുന്നു. ദൈവം നേരിട്ട് ചെയ്യാത്ത കാര്യങ്ങൾ, നഗരങ്ങളെ തീയും ഗന്ധവും ഇറക്കി നശിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ അന്നത്തെ ദൈവം സ്ഥിരമായി ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോഴെങ്കിലും ചെയ്ത് കാണുന്നില്ല. അപ്പം ഇതിനെ ന്യായീകരിക്കുന്ന പാസ്റ്ററോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഒരച്ഛനോട് മകനെ ബലി അർപ്പിക്കാൻ പറയുകയാണ്. ആ മകനെ എന്നിട്ട് കൊണ്ട് കയ്യും കാലും കെട്ടി കത്തി ഊരി അവനെ ബലി അർപ്പിക്കാൻ ആ അച്ഛൻ തയ്യാറാകുകയും ചെയ്യുകയാണ്. ഞാൻ പാസ്റ്ററോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഇത് വലിയ ആത്മീയ ബന്ധത്തിൻ്റെ ആഴം അറിയാൻ, ദൈവവും തമ്മിലുള്ള ആത്മീയ ബന്ധത്തിൻ്റെ ആഴമൊക്കെ അറിയാൻ ചെയ്ത സംഭവങ്ങളാണെന്നാണല്ലോ പറയുന്നത്. പാസ്റ്ററെ, ഇതേ ദൈവം, പാസ്റ്ററുടെ ഈ ദൈവം ഇന്ന് പാസ്റ്റർക്ക് മക്കളുണ്ടാകും എന്ന ധാരണയിൽ ഞാൻ ചോദിക്കുകയാണ്. പാസ്റ്ററുടെ മകനെ ബലി അർപ്പിക്കാൻ പറഞ്ഞാൽ ദൈവം പാസ്റ്ററോട് ആവശ്യപ്പെടുക, പാസ്റ്റർ അത് ചെയ്യുമോ? പാസ്റ്റർ ഉണ്ടതിനും അങ്ങനെ മകനെ ബലി അർപ്പിക്കാൻ കൊണ്ടായാൽ പാസ്റ്റർക്കറിയാം പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഉണ്ടതിനും പാസ്റ്റർ ചെയ്യില്ല. ദൈവത്തോട് പോയി പണിയുണ്ടേ നോക്കാൻ പറയും. അങ്ങനെ എൻ്റെ മകനെ ബലി അർപ്പിച്ച് ഉള്ള ബന്ധവും എൻ്റെ വിശ്വാസവും ഒന്നും നീ അളക്കണ്ട എന്നേ പാസ്റ്റർ ദൈവത്തോട് നേരിട്ട് പറയുള്ളൂ. അതല്ലേ പാസ്റ്റർ സത്യം? എന്നിട്ട് പാസ്റ്റർ പറയുന്നു, എന്നാലും ദൈവം അബ്രാഹത്തോട് എന്തോ വലിയ ഔദാര്യം കാണിച്ചു. അയാൾ കത്തി ഉയർത്തി മകനെ ബലിയർപ്പിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് അപ്പുറത്തൊരു മുട്ടനാടിനെ കാണിച്ചു കൊടുത്തു. അതിനെ ബലിയർപ്പിച്ചാൽ മതി എന്ന് പറയുന്നു. അങ്ങനെ അബ്രാഹാം ആ മുട്ടനാടിനെ ബലിയർപ്പിക്കുന്നു. കഴുത്തറുത്ത് ചോര വാർത്ത് അതിനെ ബലിയർപ്പിക്കുന്നു. എനിക്കൊരു ലളിതമായ ചോദ്യമുണ്ട് പാസ്റ്റർ. ആ ആടിൻ്റേത് ഒരു ജീവനല്ലേ? ഈ ദൈവത്തിന് എന്താണ് ഇങ്ങനെ ഒരു ജീവിയുടെ തലയറുത്ത് കഴുത്തറുത്ത് അതിൻ്റെ ചോര വാർന്ന് പോകുന്നത് കാണാൻ ഈ ദൈവത്തിന് ഇത്ര കൊതി എന്താണ്? അതിൻ്റെ ആവശ്യം എന്താണ്? അതെന്ത് ദൈവമാണ്? ആ ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പം മകനെ വെറുതെ വിട്ടു, നന്നായി, കൊള്ളാം, ഏതായാലും അപ്പനോട് മകനെ കൊല്ലണ്ടായി എന്ന് പറഞ്ഞു. എന്നാലും ദൈവത്തിന് മതി വരില്ല. ഒരാടിനെയെങ്കിലും കൊന്ന് ചോര കണ്ടാലേ ദൈവത്തിന് മതി വരുള്ളൂ. അത് ഒരു ജീവൻ തന്നെയല്ലേ? അതെന്ത് ദൈവമാണെന്നാണ് നമ്മൾ ഈ ചോദിക്കുന്നത്. ഇനിയും ഈ അബ്രാഹാം, പൂർവ്വപിതാവായ അബ്രാഹാം, ദൈവം തെരഞ്ഞെടുത്ത വിശ്വാസികളുടെ പിതാവായ അബ്രാഹാം, ഈ അബ്രാഹത്തിൻ്റെ ഭാര്യ സാറ അല്ലേ? ഈ അബ്രാഹത്തിൻ്റെ വേറെയും ചില കഥകൾ ബൈബിളിൽ പറയുന്നുണ്ടല്ലോ. നമുക്കതും കൂടി ഒന്ന് കാണണ്ടേ? എത്രമാത്രം നല്ല മനുഷ്യനാണ്, എത്ര വലിയ ആത്മീയ ബന്ധമാണ് അബ്രാഹത്തിന് സാറയുമായിട്ടുള്ളതെന്ന് അറിയാനായിട്ട്. ഈ പറയുന്ന അബ്രാഹാം, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട അബ്രാഹാം, ദൈവം വിശ്വാസികളുടെ പിതാവായി തെരഞ്ഞെടുത്ത അബ്രാഹാം 2 തവണയാണ് അയാളുടെ ഭാര്യ സാറായെ 2 രാജാക്കന്മാർക്ക് പെങ്ങളാണെന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് കൊടുത്ത് ആ രാജാക്കന്മാരിൽ നിന്ന് ആടിനെയും പശുവിനെയും പട്ടിയെയും കോഴിയെയും പൈസയും എല്ലാ സമ്മാനങ്ങളും വാങ്ങിയെടുക്കുന്നത്. ആദ്യം ഒരു ക്ഷാമം ഉണ്ടാകുമ്പോൾ അബ്രാഹാം സാറയുമായിട്ട് ഈജിപ്തിൽ ചെല്ലുകയാണ്. അപ്പൊ ഈജിപ്തിൽ ചെല്ലുമ്പോൾ അബ്രാഹാം സാറയോട് പറയുന്നത്, നീ എൻ്റെ ഭാര്യയാന്ന് പറയണ്ട ആരോടും, നീ എൻ്റെ പെങ്ങളാണെന്ന് പറഞ്ഞാൽ മതി എന്നാണ്. അങ്ങനെ ഇതെൻ്റെ പെങ്ങളാണ്, നല്ല കിടിലൻ സാധനമാണ് എന്ന് പറഞ്ഞ് ഈജിപ്തിലെ ഫറവോയ്ക്ക് ഈ അബ്രാഹാം സ്വന്തം ഭാര്യ സാറയെ തൻ്റെ പെങ്ങളാണെന്നും പറഞ്ഞുകൊണ്ട് കാഴ്ചവെക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഭാര്യയെ ഫറവോ സ്വന്തമാക്കി കഴിയുമ്പോൾ ദൈവത്തിന് അത് ഇഷ്ടപ്പെടുന്നില്ല. ദൈവം ഫറവോയെ ശിക്ഷിക്കുകയാണ്. നമുക്ക് ആ ഭാഗം നമുക്ക് ബൈബിളിൽ നിന്ന് തന്നെ നമുക്കൊന്ന് കാണാം. ബൈബിളിലെ 12-ാം അധ്യായം
15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ. പക്ഷെ അബ്രാമിൻ്റെ ഭാര്യ സാറായെ പ്രതി കർത്താവ് ഫറവോയെയും കുടുംബത്തെയും മഹാമാരികളാൽ പീഡിപ്പിച്ചു. തന്മൂലം ഫറവോ അബ്രാമിനെ വിളിച്ചു, നീ ഈ ചെയ്തത് എന്താണ്? അവൾ നിന്റെ ഭാര്യയാണെന്ന് എന്നോട് പറയാതിരുന്നത് എന്തുകൊണ്ട്? അവൾ സഹോദരിയാണ് എന്ന് നീ പറഞ്ഞത് എന്തിന്? അതുകൊണ്ടല്ലേ ഞാൻ അവളെ ഭാര്യയായി സ്വീകരിച്ചത്? ഇതാ നിന്റെ ഭാര്യ, അവളെയും കൊണ്ട് സ്ഥലം വിടുക. ഇതാണ് വിശ്വാസികളുടെ പിതാവായി ദൈവം തെരഞ്ഞെടുത്ത അബ്രാഹം ചെയ്ത ഒരു പ്രവൃത്തി. സ്വന്തം ഭാര്യയെ പെങ്ങളാണെന്ന് പറഞ്ഞ് ഒരു രാജാവിന് കാഴ്ചവെച്ച് അയാളിൽ നിന്ന് സമ്മാനങ്ങൾ സ്വീകരിക്കുക. ഇതൊരു തവണയല്ല, ഇതേ പണി ഇയാൾ രണ്ടാമത് വീണ്ടും ആവർത്തിക്കുകയാണ്. രണ്ടാമത്തെ തവണ അബ്രാഹാം സാറയെ കൊടുക്കുന്നത് അബീമലക് രാജാവിനാണ്. ഇതേ പണി തന്നെ അബീമലക് രാജാവിൻ്റെ അടുത്തും ഭാര്യയെ പെങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് അബീമലക്കിന് കൊടുക്കുന്നു. ദൈവം ഇതറിഞ്ഞ് ദൈവം ഇതൊക്കെ പിന്നീട് അറിയുന്നത് കേട്ടോ, അന്നേരപ്പോഴൊന്നും അറിയുന്നില്ല. അറിഞ്ഞ ഉടനെ ദൈവത്തിന് ദേഷ്യം വരുന്നു. അബീമലക്കിനെ ശിക്ഷിക്കാൻ വേണ്ടി ദൈവം തയ്യാറാകുകയാണ്. പക്ഷേ അബീമലക്ക് ഭാര്യയായി സ്വീകരിച്ചിരുന്നെങ്കിലും സാറയെ അദ്ദേഹം പ്രാപിച്ചിരുന്നില്ല. അപ്പം ദൈവം ശിക്ഷിക്കാൻ വരുമ്പോൾ അബീമലക്ക് ദൈവത്തോട് പറയുന്നുണ്ട്, നീ എന്തിനാണ് എന്നെ ശിക്ഷിക്കുന്നത്? ഞാൻ അറിഞ്ഞുകൊണ്ടല്ലോ, ഇയാൾ തന്നെയല്ലേ ഇത് അയാളുടെ പെങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഭാര്യയായിട്ട് ഈ അബ്രാഹാം തന്നെയല്ലേ സമീപിച്ചത്. നമുക്കത് ബൈബിളിൽ നിന്ന് തന്നെ നമുക്കതൊന്ന് കാണാം. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ അബീമലക്ക് കർത്താവിനോട് പറയുകയാണ്, കർത്താവ് അവനെ ശിക്ഷിക്കാൻ വേണ്ടി വരുമ്പോൾ, കർത്താവെ, നിരപരാധനെ അങ്ങ് വധിക്കുമോ? അവൾ എൻ്റെ സഹോദരിയാണ് എന്ന് അവൻ തന്നെയല്ലേ, അത് അബ്രാഹാം തന്നെയല്ലേ എന്നോട് പറഞ്ഞത്? അവൻ എൻ്റെ സഹോദരനാണ് എന്ന് അവളും സാറയും പറഞ്ഞു. നിർമ്മല ഹൃദയത്തോടെ കറയറ്റ കൈകളോടും കൂടിയാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ ദൈവം സ്വപ്നത്തിൽ അവനോട് പറഞ്ഞു, നിർമ്മല ഹൃദയത്തോടെയാണ് നീ ഇത് ചെയ്തതെന്ന് എനിക്കറിയാം. എനിക്കെതിരായി പാപം ചെയ്യുന്നതിൽ നിന്ന് ഞാനാണ് നിന്നെ തടഞ്ഞത്. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ് കേട്ടോ. എനിക്കെതിരായി പാപം ചെയ്യുന്നതിൽ നിന്ന് ഞാനാണ് നിന്നെ തടഞ്ഞത്. അതുകൊണ്ടാണ് അവളെ ഒന്ന് തൊടാൻ നിന്നെ ഞാൻ അനുവദിക്കാതിരുന്നത്. അവൻ്റെ ഭാര്യയെ തിരിച്ചേൽപ്പിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത്, ഒരു തവണ ഫറോവയെ പറ്റിച്ച് ഭാര്യയെ പെങ്ങളാണെന്ന് പറഞ്ഞു കൊടുത്ത് സമ്മാനങ്ങൾ വാങ്ങിയ ഇതേ എബ്രഹാം രണ്ടാമത് അബീമലക് രാജാവിനും ഇതേപോലെ തന്നെ സ്വന്തം ഭാര്യയെ സാറയെ പെങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുകയും ആടിനെയും മാടിനെയും മാത്രമല്ല, ഇത്തവണ 1000 വെള്ളി നാണയങ്ങൾ കൂടി അബീമലക്കിൽ നിന്ന് അയാൾ സ്വീകരിച്ചിരുന്നു. ഇതാണ് അബ്രാഹത്തിൻ്റെ ധാർമ്മികത എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം, വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ആവർത്തിച്ചു വായിച്ച ആ വരികളുണ്ടല്ലോ. ദൈവം പറയുന്നത്, എനിക്കെതിരായി പാപം ചെയ്യുന്നതിൽ നിന്ന് ഞാനാണ് നിന്നെ തടഞ്ഞത്. അതുകൊണ്ടാണ് നിനക്ക് അവളെ ഒന്ന് തൊടാൻ പോലും കഴിയാതിരുന്നത് എന്ന് പറയുമ്പോൾ, ഇവിടെ ഓരോ മനുഷ്യനും നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ ഭൂമിയിലെ ഓരോ മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ദൈവത്തിന് വേണമെങ്കിൽ തടയാം. ദൈവം ഇവിടെ അബീമലക്കിനെ തടയുന്നുണ്ട്. പക്ഷേ ആ ദൈവം ഇവിടെ നമ്മുടെ ഇന്ത്യ പോലൊരു രാജ്യത്ത് ഓരോ 8 മിനിറ്റിലും ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. നാഷണൽ ക്രൈം റിസർച്ച് ബ്യൂറോയുടെ കണക്കനുസരിച്ച് ദൈവം ഒരു കേസിലും ഇടപെടുന്നില്ല. അല്ലെങ്കിൽ ഇപ്പം ഇസ്രയേലും പാലസ്തീനും തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ 18,000 പേര് കൊല്ലപ്പെട്ട് കഴിഞ്ഞു. ആ 18,000 പേരിൽ 7,000-ത്തിലധികം കുഞ്ഞുങ്ങളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങൾ, 7,000-ത്തിലധികം കുഞ്ഞുങ്ങൾ. ഇസ്രയേലിലാണ്, ദൈവത്തിന് പ്രിയപ്പെട്ട നാട്ടിലാണ് ഇത് നടക്കുന്നത്. ഇസ്രയേലും പാലസ്തീനും എന്ന് പറയുന്നത്, ആദ്യം ഇസ്രയേലിലെ 1300 പേരെ ഹമാസ് തീവ്രവാദികൾ വന്നു കൊല്ലുന്നു. ദൈവം അനങ്ങുന്നില്ല. പിന്നീട് അവർ തിരിച്ച് ആക്രമിക്കുന്നു. ഇതിലെ 7,000-ത്തിലധികം കൊച്ചു കുട്ടികൾ കൊല്ലപ്പെടുമ്പോൾ പോലും ദൈവത്തിന് ഒരു അനക്കവുമില്ല. ഏത് ഈ സാറയെ അബീമലക്കിന് രാജാവിന് തൊടാൻ പറ്റാതെ പോയത് ദൈവം തടഞ്ഞതുകൊണ്ട്. അത് തടയുന്ന ദൈവം, അത് ദൈവം ചെയ്യും. പക്ഷെ ഇവിടെ ഒരു യുദ്ധത്തിൽ 10,000-18,000 പേര് ഇപ്പോൾ തന്നെ കൊല്ലപ്പെട്ടു. ഏതാണ്ട് 7,000-ത്തോളം കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുമ്പോൾ ദൈവത്തിന് ഒരനക്കവുമില്ല. ഈ ഒരു വൈരുദ്ധ്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അന്ന് ഇതെല്ലാം ചെയ്തിരുന്ന ദൈവം, ചെയ്യാത്ത ഒന്നുമില്ല ദൈവം. ദൈവം ഭക്ഷണം കൊടുക്കുന്നു, വലിയ കടൽ തന്നെ പിളർത്തി കൊടുക്കുന്നു കടന്നു പോകാൻ വേണ്ടി, ഇസ്രായേലികൾക്ക് കടന്നു പോകാൻ വേണ്ടി. ആകാശത്തിൽ നിന്ന് മന്ന കൊടുക്കുന്നു, അവർ വിശന്ന് വലഞ്ഞപ്പോൾ.
ഇതെല്ലാം ചെയ്തിരുന്ന ദൈവം ഇന്ന് ഈ യുദ്ധം നടക്കുമ്പോഴും ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും വെച്ച് സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുമ്പോഴും ഒന്നും ദൈവം വെറുതെ നോക്കിയിരിക്കുകയാണ്. ഈ വൈരുദ്ധ്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ബൈബിളിലെ അശ്ലീലങ്ങളെയും ബൈബിളിലെ ദൈവം നേരിട്ട് ചെയ്യുന്ന വൃത്തികേടുകളെയും ഒക്കെ വ്യാഖ്യാനിച്ചും വിശദീകരിച്ചും വെളുപ്പിച്ചെടുക്കാൻ നിങ്ങൾ എത്ര ശ്രമിച്ചാലും, ഒരു ജന്മം മുഴുവൻ ശ്രമിച്ചാലും, നിങ്ങൾ കൂടുതൽ വൈദികരും നിങ്ങൾ പാസ്റ്റർമാരും ഒക്കെ നാണം കെടുകയുള്ളൂ. കാരണം അത്രയേറെയാണ്, അത്രയധികം ജുഗുത്സാവകമാണ് ബൈബിളിലെ ഈ അശ്ലീലങ്ങളും ഈ വൃത്തികേടുകളും എന്ന് പറയുന്നത്. ഒരു സ്വതന്ത്ര ചിന്തകൻ എന്ന് പറഞ്ഞാൽ ദൈവമില്ല ഇല്ല എന്ന് വാദിച്ച് തെളിയിക്കാൻ വേണ്ടി നടക്കുന്നവരോ അല്ലെങ്കിൽ അതല്ല ഉദ്ദേശവും. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഒരു ദൈവം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനും. ഈ ഭൂമിയിലെ ഓരോ തിന്മകൾ കാണുമ്പോഴും ഈ തിന്മകളെ തടയുന്ന ഒരു ദൈവം ആകാശത്തുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാഗ്രഹിക്കുന്ന ഒരാളാണ്. ഓരോ യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോഴും, ഇങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങൾ വരെ യുദ്ധങ്ങളിൽ കൊല്ലപ്പെടുമ്പോഴും, ഓരോ മിനിറ്റിലും ഓരോ സ്ത്രീകൾ ആക്രമിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ബലാത്സംഗം ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഓരോ കൂട്ടക്കുരുതികൾ ഉണ്ടാകുമ്പോൾ, വംശഹത്യകൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഈ അപകടങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ, നമ്മുടെ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് പോലും ഒരു വർഷം ഏതാണ്ട് 4000-ഓളം പേരാണ് റോഡ് അപകടങ്ങളിൽ കൊല്ലപ്പെടുന്നത്. ഒരു ദിവസം 12 പേരെന്ന കണക്കിനാണ് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ രാവിലെ പ്രാർത്ഥിച്ചിട്ട് അവരവരുടെ ദൈവങ്ങളോട് പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നവരായിരിക്കും. ഇവരാരും അവിശ്വാസികളൊന്നുമല്ല, വിശ്വാസികൾ തന്നെയാണ്. അപ്പം ഇങ്ങനെ ഓരോ സംഭവങ്ങളും, ഓരോ അപകടങ്ങളും, ഓരോ അത്യാഹിതങ്ങളും, ഓരോ ആക്രമണങ്ങളും, ഇതിലെല്ലാം ആളുകൾ കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഓരോ തിന്മകൾ നടക്കുന്നത് കാണുമ്പോഴും നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഒരു ദൈവം മുകളിൽ ഇരുന്ന് ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ്. പക്ഷെ നമുക്കറിയാം, ഈ ബൈബിളിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അബീമലക്ക് സാറായെ, അബ്രാഹത്തിൻ്റെ ഭാര്യയെ പ്രാപിക്കാതിരിക്കാൻ ദൈവമാണ് തടഞ്ഞതെന്ന്. പക്ഷേ ഈ ദൈവം ഒന്നും ചെയ്യുന്നില്ല എന്ന് സത്യം നമുക്കറിയാം. അതിൽ തന്നെ ഒരു വൈരുദ്ധ്യമുണ്ട്. ദൈവം നേരിട്ട് സൃഷ്ടിച്ച, മണ്ണ് കുഴച്ച് ദൈവം നേരിട്ട് സൃഷ്ടിച്ച ആദവും ഹവ്വായും അവർക്കുണ്ടായിരുന്ന 2 മക്കള്, കായേനും ആബേലും. അതിലെ ദൈവത്തിന് പ്രിയങ്കരനായ ആബേലിനെ കായേൻ സ്വന്തം സഹോദരൻ കൊല്ലുകയാണ്. അന്ന് 4 പേരെ ഭൂമിയിലുള്ളൂ. ആ 4 പേരിൽ ആ 2 മക്കളിൽ ഒരാൾ വേറൊരാളെ കൊല്ലുമ്പോൾ അതുപോലും ദൈവം തടയുന്നില്ല. ഇത് കൊന്നു കഴിഞ്ഞതിന് ശേഷം നിന്റെ സഹോദരൻ എവിടെയെന്നൊക്കെ ദൈവം നേരിട്ട് വിളിച്ച് ചോദിക്കുന്നുണ്ട്. ദൈവം നേരിട്ട് അന്ന് സംസാരിക്കുന്നൊക്കെയുണ്ട്. ഇങ്ങനെ നേരിട്ട് സംസാരിക്കുന്ന ആ ദൈവം എന്നാൽ അത് തടയുന്നില്ല, ഒരു തിന്മ ചെയ്യുന്നതിൽ നിന്ന് തടയുന്നില്ല. കാരണം അങ്ങനെ തിന്മ ചെയ്യുന്നതിൽ നിന്നൊക്കെ തടയാൻ ഒരാൾ മണ്ടയിൽ വേണ്ടേ പാസ്റ്റർ?